ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഗുൽസാർ. നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ്ഫുൾ ആകുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷേഴ്സ് യൂസ് ചെയ്യുന്ന 10 ഫ്രേസസ് പരിചയപ്പെടുത്താനാണ് ഞാൻ തോന്നുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നോക്കാം. നമ്മളെ ലിസ്റ്റിലെ ഒന്നാമത്തെ ഫ്രേസ് നമ്മൾ ആരെങ്കിലുമൊക്കെ കുറേ കാലമായിട്ട് കണ്ടിട്ടില്ല, ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ കണ്ടുമുട്ടാണ്. ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ അങ്ങനെ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഫ്രേസ് ആണ് ലോങ് ടൈം നോ സീ. ലോങ് ടൈം നോ സീ, കുറെ കാലമല്ലേ കണ്ടിട്ട്, അല്ലെങ്കിൽ കുറെ കാലമായിട്ട് നമ്മൾ കാണാറില്ലല്ലോ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റിയതാണ് ഹേയ് ലോങ് ടൈം നോ സീ, ഒരുപാട് കാലമല്ലേ കണ്ടിട്ട്. ഇനി നമ്മൾ നോർമലി ഒരാളെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ എന്താ സാധാരണ ചോദിക്കാറ്? സുഖല്ലേ എന്ന് ചോദിക്കാൻ എന്താ ചോദിക്കാറ്? ഹൗ ആർ യു എന്നല്ലേ ചോദിക്കാറ്. എന്നാൽ നേറ്റീവേഴ്സ് കൂടുതലായിട്ടും ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഹൗ ഈസ് ഇറ്റ് ഗോയിങ്. ഹൗ ഈസ് ഇറ്റ് ഗോയിങ്? ഹേ ഗുൽസാർ, ഹൗ ഈസ് ഇറ്റ് ഗോയിങ്? അടുത്ത ഫ്രേസ് നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ് എന്ത്, ഹൗസ് ഇറ്റ് ഗോയിങ് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഹൗ ഇസ് യുവർ ബിസിനസ്, ഹൗസ് ഇറ്റ് ഗോയിങ് എന്നൊരാൾ ചോദിക്കുമ്പോൾ നമുക്ക് റീപ്ലൈ ആയിട്ട് എന്ത് പറയാം? വലിയ കുഴപ്പമൊന്നുമില്ല, ബിസിനസ് ഒന്നും വലിയ കുഴപ്പമില്ല, എനിക്കും വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം കാൻറ്റ് കംപ്ലൈൻ. കാൻറ്റ് കംപ്ലൈൻ, വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ പ്രശ്നമൊന്നുമില്ല എന്നുള്ള അർത്ഥത്തിലാണ് കാൻറ്റ് കംപ്ലൈൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫ്രേസ്, നമ്മളൊരാൾ ഒരു ബിസി ആയിട്ടുള്ള എന്തോ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ നമുക്ക് അയാളെ ഡിസ്റ്റർബ് ചെയ്താണ്ട് എന്തോ ഒരു കാര്യം ചോദിക്കണം. ആ സമയത്ത് നമുക്ക് അയാളോട് ചോദിക്കാൻ പറ്റിയൊരു കാര്യമാണ് Hey, sorry to bother you. I have a question. Hi, sorry to bother you like this, but I was wondering. നമ്മുടെ ലിസ്റ്റിൽ നെക്സ്റ്റ് ഫ്രേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ആരോ ഒരാൾ ഒരു വലിയൊരു കാര്യം ചെയ്ത്, ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു പരിപാടി അയാൾ ചെയ്തു, വലിയൊരു എക്സാമിൽ നല്ലൊരു റാങ്കോട് കൂടെ അയാൾ പാസ്സായി. അപ്പൊ നമ്മൾ അയാളോട് പറയാൻ പറ്റുന്നത് യു റോക്ക്. യു റോക്ക്. അടുത്ത ഫ്രേസ്, നമുക്കൊരാൾ ഒരു ഹെൽപ്പ് ചെയ്തു, പക്ഷെ അയാളെ ഹെൽപ്പ് ചെയ്തത് എന്തായില്ല, അത് സക്സസ്ഫുൾ ആയില്ല, പക്ഷെ അയാളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചു. അപ്പൊ നമുക്ക് അയാളോട് എന്ത് പറയാണ്? താങ്ക് യു എനിവേ. താങ്ക് യു എനിവേ, നിങ്ങൾ എന്തായാലും സഹായിച്ചു, അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്തു. അപ്പൊ നമുക്ക് പറയാൻ പറ്റും താങ്ക് യു എനിവേ. നെക്സ്റ്റ് ഫ്രേസ്, നമ്മൾ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ വേറൊരു ഫ്രണ്ടിനെ ഒരു ഫ്രണ്ട് കളിയാക്കി, അപ്പൊ അത് ആ കളിയാക്കപ്പെട്ടാക്ക് എന്തായി, കുറച്ച് ഫീലായി. ആ സമയത്ത് നമുക്ക് അയാളോട് പറയാൻ അയാൾക്ക് ഫീലായി എന്ന് തോന്നിയ സമയത്ത് അയാളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നമുക്ക് പറയാൻ പറ്റും എന്ത്, ഡോണ്ട് ടേക്ക് ഇറ്റ് ടു ഹേർട്ട്. അവൻ ചുമ്മാ തമാശ പറഞ്ഞാട്ടോ, അത് മനസ്സിൽ വെച്ചേക്കല്ലേ, ഡോണ്ട് ടേക്ക് ഇറ്റ് ടു ഹേർട്ട്. നെക്സ്റ്റ് ഫ്രേസ്, നമ്മളൊരു പ്രൊജക്ട് മീറ്റിംഗിലാണുള്ളത്, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് മീറ്റിംഗിലാണുള്ളത്. ആ സമയത്ത് ഒരാളൊരു വാലിഡ് പോയിന്റ് പറയാണ്, നല്ല മീനിങ് ഉള്ള ഒരു പോയിന്റ് ആണ്, അല്ലെങ്കിൽ നല്ല അർത്ഥവത്തായ ഒരു പോയിന്റ് ആണ്. അത് അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് നല്ലൊരു പോയിന്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാൻ പറ്റും ഇറ്റ് മേക്സ് സെൻസ്. ഇറ്റ് മേക്സ് സെൻസ്. ഇറ്റ് മേക്സ് സെൻസ്, അല്ലെങ്കിൽ ദാറ്റ് മേക്സ് സെൻസ്. അതിന്റെ വേറൊരു എക്സാമ്പിൾ ആണ് ബാംഗ്ലൂർ പോലത്തെ ഒരു സിറ്റിയിൽ നമ്മൾ ഓഫീസിൽ പോകുന്ന സമയത്ത് നല്ല ട്രാഫിക് ഉണ്ടാവും ഈവനിങ് ആയി കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ ഒരാളെ പറയണത് ഇറ്റ് മേക്സ് സെൻസ് ടു ലീവ് ഏർലി ടു അവോയ്ഡ് ട്രാഫിക്. ട്രാഫിക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ ഓഫീസിൽ ഇറക്കുക എന്നുള്ളത് എന്താണ്, നല്ലൊരു ഐഡിയ ആണ്. ഇറ്റ് മേക്സ് സെൻസ്. നമ്മുടെ ലിസ്റ്റിലെ നെക്സ്റ്റ് വേർഡ് ആണ് നോ വറീസ്. നോ വറീസ്. എന്താണ് നോ വറീസ് ഉപയോഗിക്കുന്നത്? നമ്മളൊരു ഫ്രണ്ടിനെ ഒരു ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അയാൾ എത്താൻ കുറച്ച് ലേറ്റ് ആയി. അപ്പോൾ അയാൾ പറയണത് സോറി ഐ ആം ലേറ്റ്. അപ്പോൾ നമ്മൾ പറയണത് അതൊരു പ്രശ്നമല്ല, അതൊരു പ്രശ്നമല്ല, നോ വറീസ്, അതൊരു വിഷയമല്ല, നോ വറീസ്, സങ്കടപ്പെടേണ്ട കാര്യമില്ല, no worries, it's okay. No worries. നെക്സ്റ്റ് ഫ്രേസ് ആണ് സ്റ്റെപ്പ് അപ്പ് യുവർ ഗെയിം. സ്റ്റെപ്പ് അപ്പ് യുവർ ഗെയിം എന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാനുള്ള ശ്രമത്തിലാണ്, എത്ര പഠിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് പഠിക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം, കുറച്ചും കൂടി എഫേർട്ട് അതിന്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാണ്ട് സ്റ്റെപ്പ് അപ്പ് യുവർ ഗെയിം. ഹേ ഗുൽസാർ, ഹേ മാൻ, സ്റ്റെപ്പ് അപ്പ് യുവർ ഗെയിം. എന്ത് ചെയ്യാ, ഒന്നും കൂടി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കുക. നിങ്ങൾ എന്ത് ചെയ്യും, ഇംഗ്ലീഷ് പഠിക്കും. Step up your game, Scott. So see you later.